അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ AI ഫേസ് ട്രാക്കിങ് സെൽഫി സ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോട്ടോ വരുന്നത്, സെൻസറൊക്കെ ഉള്ളത്. പിന്നെ C17 ആണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതെങ്ങനെ വർക്കിംഗ് ഉള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരു USB-ൻ്റെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. വൺ സൈഡ് C ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സെൽഫി സ്റ്റിക്ക് വരുന്നത്. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ഫോൺ വെക്കാനുള്ളത്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ സ്റ്റാൻഡ് താഴെ ക്ലിപ്പുണ്ട്. അപ്പോൾ ആ ക്ലിപ്പൊന്ന് കുടുക്കി കൊടുത്താൽ സ്റ്റാൻഡായി. എന്നിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താണെന്ന് വെച്ചാൽ ഫോണിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് രണ്ടൊന്ന് പൊന്തിച്ച് കൊടുക്കുക. ഈ രണ്ട് ബുഷൊന്ന് പൊന്തിച്ച് കൊടുക്കുക. പിന്നെ ഇത് ഫോൺ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മേലേക്ക് വലിക്കണം. വലിച്ചു കഴിഞ്ഞാൽ ഫോൺ വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഫോൺ വെക്കണം. ഫോൺ നല്ല ടൈറ്റാക്കി കൊടുക്കുക ഇവിടെ പറ്റിയത്. പിന്നെ അതേപോലെ ഇതൊന്ന് നമുക്ക് ആവശ്യത്തിന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക, എങ്ങനെയും റൊട്ടേറ്റ് ചെയ്യുക, പ്രശ്നമില്ല. പിന്നെ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ സെൻസറാണ് ഇത് വരുന്നത്, കാണേണ്ട അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങോട്ടാണ് ഫേസ് വരുന്നത് അവിടേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കിലൊരു ലോക്കിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടണ് മേലേക്ക് പൊന്തിച്ച് കൊടുത്താൽ ഇത് അൺലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ആദ്യം അൺലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് കൊടുക്കുമ്പോൾ അതിപ്പോൾ ഗ്രീന് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല, അപ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൻ്റെ സിസ്റ്റം. ഞാനിതൊന്ന് ഓഫാക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മാനുവലായിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.